WWE സ്പെഷ്യൽസ് റോയൽ റംബിളിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് വീഡിയോ ക്ലിക്ക് ചെയ്ത് വരുന്ന സമയം തന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 2025 റോയൽ റംബിൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ മാച്ച് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. എന്നാൽ ഇതേ ഷോയിൽ ചില പ്രശ്നങ്ങളുമുണ്ട്. അത് എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിൽ പറയാം. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് വുമൻസ് റോയൽ റംബിൾ മാച്ച് ആണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ച് ആയിട്ടാണ് തോന്നിയത്. ഒന്ന് രണ്ട് സർപ്രൈസ് ആയിട്ടുള്ള റിട്ടേൺസ് എല്ലാം ഈ മാച്ചിൽ ഉണ്ടായിരുന്നു. അതായത് അലക്സ ബ്ലസ്, അതുപോലെ തന്നെ TNA റെസ്ലർ ആയിരുന്ന ജോർഡിൻ ഗ്രേസ്, അതുപോലെ തന്നെ നിക്കി ബെല്ല, ട്രിഷ് സ്ട്രാറ്റസ്, ഇതുപോലെയുള്ള റെസ്ലേഴ്സിന്റെ എല്ലാം സർപ്രൈസ് റിട്ടേൺ ഈ മാച്ചിൽ ഉണ്ടായിരുന്നു. മാച്ചും നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. അതുപോലെ മാച്ച് സ്റ്റാർട്ട് ചെയ്തത് ഇയോ സ്കൈ ആൻഡ് ലിവ് മോർഗൻ, ഇവര് രണ്ടുപേരും ചേർന്നാണ്. അപ്പോൾ ഈ മാച്ചിലെ എല്ലാ എലിമിനേഷനും എടുത്തു പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് മാച്ചിന്റെ അവസാനത്തിലേക്ക് പോകാം. മാച്ചിന്റെ അവസാനത്തിൽ ഷാർലറ്റ് ഫ്ലെയർ, നയ ജാക്സ്, NXT റെസ്ലറായ റോക്സാൻ പെരസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ പറയാൻ വിട്ടുപോയി, NXTയിൽ നിന്നും ചില റെസ്ലേഴ്സ് എല്ലാം റോയൽ റംബിൾ മാച്ചിൽ വന്നിരുന്നു, ജൂലിയ ഉൾപ്പെടെ. അപ്പൊ അവരെല്ലാം നല്ല പെർഫോമൻസ് ഒക്കെ ഈ മാച്ചിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാച്ചിന്റെ അവസാനത്തിൽ ഇവര് 3 പേരും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നയ ജാക്സിനെ ഷാർലറ്റ് ഫ്ലെയർ എലിമിനേറ്റ് ചെയ്തു. അതായത് റോക്സാൻ പെരസിനെ ഉൾപ്പെടെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത്. എന്നാൽ റോക്സാൻ പെരസ് റോപ്പിൽ പിടിച്ചുകൊണ്ട് തന്നെ എസ്കേപ്പ് ആകുന്നതായിട്ടും പിന്നീട് ഷാർലറ്റ് ഫ്ലെയർ മറ്റൊരു ബിഗ് ബൂട്ട് ഉപയോഗിച്ചുകൊണ്ട് റോക്സാൻ പെരസിനെയും ഈ ഒരു മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത് ഷാർലറ്റാണ് വുമൻസ് റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്ത് റെസ്സൽമേനിയയിലെ ചാമ്പ്യൻഷിപ്പ് മാച്ചിന് ആഡ് ആയത്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് സംഭവിച്ചത്. ഷാർലറ്റ് വന്ന് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചും റിസൾട്ടൊക്കെ സെറ്റ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഷാർലറ്റിന് ഹീൽ ടേൺ ചെയ്യാൻ പോകുന്നത് കൊണ്ട് അവർക്ക് റോയൽ റംബിൾ മാച്ച് കൊടുത്ത് ടിഫനിയുടെ കൂടെ മാച്ച് കൊണ്ടുപോകാനാണ് പ്ലാന്. അപ്പോൾ ഈ റിസൾട്ടും റോയൽ റംബിൾ മാച്ചും അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നിറയെ റെസ്ലേഴ്സിന്റെ നല്ല പെർഫോമൻസ് എല്ലാം ഇതിലുണ്ടായിരുന്നു. എടുത്തു പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അതിനുശേഷം WWE ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഈ മാച്ച് നടന്നത് ടാഗ് ടീം ചാമ്പ്യൻസായ DIY വേഴ്സസ് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് ഇവർക്കാണ്. ഇത് സാധാരണ മാച്ച് അല്ല, 2 out of 3 ഫെയിൽ മാച്ച് ആയിട്ടാണ് നടന്നത്. അപ്പൊ മാച്ച് സ്റ്റാർട്ട് ചെയ്ത പകുതിക്ക് വെച്ച് തന്നെ ടൊമാസോ സിയമ്പ ഫിനിഷർ ചെയ്ത് മെഷീൻ ഗൺസ് ടീമിനെ തോൽപ്പിച്ച് അവരൊരു പോയിന്റ് നേടി. പിന്നീട് മാച്ചിന്റെ പകുതിക്ക് വെച്ച് ജോണി ഗർഗനോക്ക് മെഷീൻ ഗൺസ് ഡബിൾ ഫിനിഷർ കൊടുത്തുകൊണ്ട് അവരും ഒരു പോയിന്റ് നേടി ലീഡ് ചെയ്ത് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അതായത് ഇവരിൽ ആരാണ് ഇനി ടാഗ് ടീം ചാമ്പ്യൻസ് ആവുക എന്ന ടൈപ്പിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങി. കാരണം അതുപോലെയുള്ള മാച്ചായിരുന്നു. മാച്ചിൽ 2 ടീമിന്റെയും നല്ല പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു. മൊത്തത്തിൽ അടിപൊളി മാച്ചായിരുന്നു ഈ മാച്ച്. എന്നാൽ മാച്ചിന്റെ അവസാനത്തിൽ ഞാൻ പ്രഡിക്ഷൻ വീഡിയോയിൽ സൂചന പറഞ്ഞതുപോലെ പ്രീറ്റി ഡെഡ്ലി അല്ലെങ്കിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് വന്ന് അറ്റാക്ക് ചെയ്ത മെഷീൻ ഗൺസ് ടീം തോൽക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെയാണ് സംഭവിച്ചത്. അതായത് പ്രീറ്റി ഡെഡ്ലി ടീമല്ല അവിടെ സഹായിക്കാൻ വന്നത്, പകരം സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഒരു ഹിൽ ടേൺ ചെയ്തുകൊണ്ട് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിനെ അറ്റാക്ക് ചെയ്തു. പിന്നീട് ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ജോണി ഗർഗനോ, ടൊമാസോ സിയമ്പ അവരുടെ ഡബിൾ ഫിനിഷർ യൂസ് ചെയ്ത് ഈ മാച്ചിൽ ജോണി ഗർഗനോ, ടൊമാസോ സിയമ്പ ഇവരാണ് വിൻ ചെയ്തത്. അതായത് DIY സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആയി. സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഒരു ഹീൽ ടേണും ചെയ്ത് സ്റ്റോറി ലൈൻ ഇപ്പൊ സെറ്റായി കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഇനി അടിപൊളി മാച്ചെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ദിവസം ഇവര് സ്മാക്ക് ഡൗണിൽ വരാതെ ഇത്തരത്തിൽ വില്ലന്മാരായി മാറിയത് അടിപൊളിയായിട്ടുണ്ട്. അതിനുശേഷം WWE ചാമ്പ്യൻഷിപ്പ് ലാഡർ മാച്ച് ഈ മാച്ച് നടന്നത് WWE ചാമ്പ്യൻ കോഡി റോഡ്സ്, കെവിൻ ഓവൻസ് ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ വാക്കുകളില്ല. വേറെ ലെവൽ മാച്ച് ആയിട്ടാണ് ഈ മാച്ച് തോന്നിയത്. കെവിൻ ഓവൻസ് ആയാലും ശരി, കോഡി റോഡ്സ് ആയാലും ശരി, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഈ മാച്ചിൽ ചെയ്തിട്ടുള്ളത്. മാച്ചിൽ 2 പേരും ലാഡറെല്ലാം എടുത്തുകൊണ്ട് ഭയങ്കരമായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാഡറിന്റെ മുകളിലേക്ക് മാറി മാറി പവർ ബോംബും അറ്റാക്ക് എല്ലാം ചെയ്തുകൊണ്ട് 2 പേർക്കും ഇഞ്ചുറി ആവുന്നത് പോലെയും കാണിച്ചിട്ടുണ്ടായിരുന്നു മാച്ചില്. അതുപോലെ കെവിൻ ഓവൻസ് പല പ്രാവശ്യം പൈൽ ഡ്രൈവ് മൂവ് എല്ലാം ചെയ്യാൻ നോക്കി. മാച്ചിന്റെ അവസാനത്തിൽ ഇവർ ഫൈറ്റ് ചെയ്ത് റിങ്ങിന് പുറത്ത് പോകുന്ന സമയത്ത് കെവിൻ ഓവൻസ് കമന്ററി ടേബിളിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് പൈൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. എന്നാൽ കോഡി റോഡ്സ് അത് റിവേഴ്സ് ചെയ്തു. അതിനു മുൻപ് ഒരു ലോ ബ്ലോ കൊടുത്തിരുന്നു കോഡി റോഡ്സിന് കെവിൻ ഓവൻസ്. പിന്നീട് കോഡി റോഡ്സ് റിവേഴ്സ് ചെയ്തതിന് ശേഷം കെവിൻ ഓവൻസിനെ എടുത്ത് ലാഡറിന്റെ മുകളിലേക്ക് ഒരു അലബാമ സ്ലാം പോലെയെല്ലാം ചെയ്തുകൊണ്ട് ലാഡർ ഉൾപ്പെടെ പൊട്ടിച്ച് പിന്നീട് മറ്റൊരു ലാഡറിൽ കയറി ചാമ്പ്യൻഷിപ്പ് എടുത്ത് കോഡി റോഡ്സ് ആണ് സ്റ്റിൽ ചാമ്പ്യനായി ഈ മാച്ച് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചിൽ ഇവർക്ക് ഇങ്ങനെ ഇഞ്ചുറി സംഭവിച്ചു എന്ന ടൈമിൽ സാമി സൈൻ അവിടെ വന്നപ്പോൾ സാമി സൈൻ കോഡി റോഡ്സിനെ തട്ടിയിടുമോ അല്ലെങ്കിൽ കെവിൻ ഓവൻസിനെ സഹായിക്കുമോ എന്നുള്ള ചിന്ത എല്ലാവർക്കും വന്നു കാണും. നല്ല രീതിയിൽ ആ സമയത്ത് ടെൻഷൻ അടിച്ചിട്ടുണ്ടാകും. അതുപോലെ ഈ മാച്ചിന്റെ അവസാനം റാൻഡി ഓർട്ടന്റെ റിട്ടേൺ പ്രതീക്ഷിച്ചു, പക്ഷെ കണ്ടില്ല.
അപ്പോൾ ഈ മാച്ച് ബെസ്റ്റ് മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. കെവിൻ ഓവൻസും കോഡി റോഡ്സും നല്ല അടിപൊളി പെർഫോമൻസും ഇവരുടെ സ്റ്റോറി ലൈനിന് പറ്റിയ മാച്ചുമായിട്ടാണ് കണ്ടത്. എന്തായാലും നല്ല സ്റ്റാർ റേറ്റിംഗ് ഈ മാച്ചിന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം മെയിൻ ഇവന്റായി നടന്നത് മെൻസ് റോയൽ റംബിൾ മാച്ചാണ്. ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്തത് പെൻഡ, റെയ് മിസ്റ്റീരിയോ ഇവർ രണ്ടുപേരും ചേർന്നാണ്. അപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്ത ഈ മാച്ച് നല്ല സെറ്റായിട്ടാണ് മുന്നോട്ട് പോയത്. അതുപോലെ മെൻസ് റോയൽ റംബിൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. അതും നിറയെ സ്റ്റോറി ലൈനിന് വേണ്ടി റെസ്ലേഴ്സിനെ കണക്ട് ചെയ്തതെല്ലാം ഭയങ്കരമായി സെറ്റായിട്ടുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ റോയൽ റംബിൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ റെയ് മിസ്റ്റീരിയോ പെൻഡ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പെൻഡ റിങ്ങിന് പുറത്തേക്ക് പോകുന്ന സമയത്ത് കാലെല്ലാം ടച്ച് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും മാച്ച് മുന്നോട്ട് വിട്ടു. പിന്നെ സർപ്രൈസ് ആയിട്ടുള്ള റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഒന്ന് AJ സ്റ്റൈൽസിന്റെ റിട്ടേൺ ഉണ്ടായിരുന്നു. അതുപോലെ TNA വേൾഡ് ചാമ്പ്യനായ ജോ ഹെൻറിയും ഇന്ന് റോയൽ റംബിൾ മാച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. ജോ ഹെൻറിയുടെ പെർഫോമൻസും അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ജോ ഹെൻറി വന്ന സമയത്ത് നിക് നിമിത്ത് അഥവാ ഡോബ് സീഗ്ലർ വരും എന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇത് രണ്ടുമാണ് മെൻസ് റോയൽ റംബിളിലെ ഒരു സർപ്രൈസ് ആയിട്ട് എടുത്തു പറയാനായിട്ട് ഉള്ളത്. പിന്നെ അക്കിറോ ടെസാവനെ കാർമൽ വെയ്സ് അറ്റാക്ക് ചെയ്തതുകൊണ്ട് അക്കിറോ ടെസാവയ്ക്ക് പകരം ട്രിപ്പിൾ എച്ച് ഐഷോ സ്പീഡിനെ മാച്ചിലേക്ക് ആഡ് ചെയ്തത് നന്നായി. പക്ഷെ ബ്രോൺ ബ്രേക്കർ ഐഷോ സ്പീഡിന് സ്പിയർ എല്ലാം കൊടുത്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്തു. പിന്നെ ബ്രോൺ ബ്രേക്കറിനെ എടുത്തു പറയണം, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ ഷെയ്മസ് എല്ലാം വന്നുകൊണ്ടും മാച്ച് നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ 16ാമത്തെ നമ്പറിൽ റോമൻ റെയിൻസ് വന്നുകൊണ്ട് കയ്യിൽ കിട്ടിയ മിക്കവരെയും സ്പിയർ ചെയ്തിട്ടുണ്ട്. അതായത് മിസ്, ഷെയ്മസ് ഇവരെയെല്ലാം സ്പിയറൊക്കെ ചെയ്ത് റോമൻ റെയിൻസ് ഷെയ്മസിനെ എലിമിനേറ്റ് ചെയ്യുന്നത് പോലെയും കാണിച്ചിരുന്നു. അപ്പോൾ ഇതിലും നമ്മൾക്ക് കൂടുതലായിട്ടൊന്നും പറഞ്ഞു പോകാൻ സാധിക്കില്ല, ഒരുപാട് ടൈം ആകും. അതുകൊണ്ട് മാച്ചിന്റെ അവസാനത്തിലേക്ക് പോകാം. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെജൻസിന്റെ ഒരു പോന്ത് വിളയാട്ടമായിരുന്നു ഇന്നത്തെ റോയൽ റംബിൾ മാച്ച്. മാച്ചിന്റെ അവസാനത്തിൽ റോമൻ റെയിൻസ്, ജേ യൂസോ, CM പങ്ക്, സെത്ത് റോളൻസ്, ഡ്രൂ മാക്കൻടയർ ഇവരിൽ ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന ടൈപ്പിലൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോൾ ഡ്രൂ മാക്കൻടയർ ഒക്കെ ആദ്യമേ തന്നെ എലിമിനേറ്റ് ആയിരുന്നു. എന്നാലും നല്ല പെർഫോമൻസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാച്ചിന്റെ അവസാനത്തിൽ സെത്ത് റോളൻസും റോമൻ റെയിൻസും ഫേസ് ടു ഫേസ് നിന്ന് അവർ ഫൈറ്റ് ചെയ്തതൊക്കെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇത് ലൈവ് കണ്ടവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. അവര് ഫേസ് ടു ഫേസ് നിന്ന് ഫൈറ്റ് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നീട് CM പങ്കും ഇവരെല്ലാം കണക്ട് ചെയ്ത് മാച്ച് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവസാനം CM പങ്ക് സെത്ത് റോളൻസിനെയും റോമൻ റെയിൻസിനെയും ഒരേ സമയം എലിമിനേറ്റ് ചെയ്ത് വിട്ടു. അതേസമയം 30ാമത്തെ നമ്പറിൽ വന്ന ലോഗൻ പോൾ CM പങ്കിനെയും എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ എല്ലാം വളരെയധികം ഷോക്കാക്കി. പിന്നീട് ലോഗൻ പോൾ, ജോൺ സീന, ജേ യൂസോ ഇവരാണ് റിങ്ങിൽ ഉണ്ടായിരുന്നത്. പിന്നീട് മാച്ച് കണ്ടിന്യൂ ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് സെത്ത് റോളൻസ്, CM പങ്ക്, റോമൻ റെയിൻസ് ഇവർക്ക് സ്പാർക്ക് വരാൻ തുടങ്ങി. ആ സമയം സെത്ത് റോമൻ റെയിൻസിന് ഒരു കേഴ്സ് സ്റ്റംപ് കൊടുത്തു. വീണ്ടും സ്റ്റെപ്പിന്റെ മുകളിലേക്ക് മറ്റൊരു കേഴ്സ് സ്റ്റംപ് കൊടുത്തുകൊണ്ട് CM പങ്കുമായിട്ട് ഭയങ്കരമായി ഫൈറ്റ് ചെയ്തു. അപ്പോൾ ഇവരുടെ റെസൽമേനിയ പ്ലാൻ ഇതാണ്, ട്രിപ്പിൾ ത്രെഡ് മാച്ച്. അതിന്റെ സ്റ്റോറിയാണ് ഇന്ന് കാണിച്ചു വെച്ചത്. പലരും ഇന്നലെ തന്നെ ചോദിച്ചിരുന്നു റോമന്റെ പ്ലാൻ എന്തായിരിക്കുമെന്ന്. അപ്പോൾ ഇതാണ് റോമന്റെ റെസൽമേനിയ പ്ലാൻ. പിന്നീട് സീന, ലോഗൻ പോൾ, ജേ യൂസോ ഇവരിൽ ആരാണ് വിൻ ചെയ്തത് എന്ന് വെച്ചാൽ ലോഗൻ പോളിനെ സീന എലിമിനേറ്റ് ചെയ്തു. അതിനുശേഷം ജേ യൂസോയുമായി ഫൈറ്റ് ചെയ്തപ്പോൾ ജേ യൂസോ സ്പിയർ എല്ലാം ചെയ്ത് പിന്നീട് ഇവർ റോപ്പിന്റെ സൈഡിൽ പോയി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ജോൺ സീന ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി നോക്കി. എന്നാൽ ആ സമയം ജേ യൂസോ റിങ്ങിലേക്ക് മാറിയതിനു ശേഷം ജോൺ സീനയെ എലിമിനേറ്റ് ചെയ്ത് 2025 റോയൽ റംബിൾ ജേ യൂസോയാണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നോക്കുന്ന സമയത്ത് അൺപ്രഡിക്റ്റബിൾ റിസൾട്ട് ആണ്. പക്ഷെ ചെറുതായിട്ട് പണി പാളിയ പോലെയാണ് ഇപ്പൊ മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജേ യൂസോ വിൻ ചെയ്തത് ആർക്കും അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതിൽ നല്ലത് മറ്റേതെങ്കിലും റെസ്ലേഴ്സിനെ വിൻ ചെയ്യിപ്പിക്കാമായിരുന്നു എന്ന ലെവലിലാണ് എല്ലാവരും പറയുന്നത്. ഇതിന്റെ കാരണം ജേ യൂസോ ഇനി ഗന്ധറിനെ പോയി ചാലഞ്ച് ചെയ്ത ഈ മാച്ചൊക്കെ നമ്മൾ കണ്ടുകണ്ടും അടുത്ത മാച്ചാണ്. അതുകൊണ്ടാണ് ജേ യൂസോ വിൻ ചെയ്ത സമയത്തൊന്നും സെറ്റ് ആവാത്തത്. എല്ലാവരും പ്രതീക്ഷിച്ചത് CM പങ്ക് അല്ലെങ്കിൽ ജോൺ സീന വിൻ ചെയ്യുമെന്നാണ്. ഇതിൽ അവസാന നിമിഷം ജേ യൂസോയും സീനയും വന്ന സമയത്ത് സീന വിൻ ചെയ്യുമെന്ന് ഏകദേശം ഉറപ്പായ പോലെയാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാകുക. എന്നാൽ സീനയെ എലിമിനേറ്റ് ചെയ്ത സമയത്ത് അതൊരു അൺപ്രഡിക്റ്റബിൾ ആയി എങ്കിലും ഇങ്ങനെ ഒരു ബാക്ക് ഫയർ ആയി മാറിയിട്ടുണ്ട്. പിന്നെ സീനയുടെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞേ തീരൂ. സീനയുടെ പെർഫോമൻസ് ഇപ്പൊ ഒട്ടും സെറ്റ് ആവാത്തത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇത് പറയുന്ന സമയത്ത് ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല. സീന റിംഗ് ട്രെയിനിങ് ഒക്കെ എടുക്കാണ്ടാന്ന് തോന്നുന്നു ഈ മാച്ച് വന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒട്ടും സെറ്റായിട്ടില്ല. പല സമയങ്ങളിലും സീനയ്ക്ക് ഒരുപാട് മിസ്റ്റേക്ക് എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ടൈമിങ്ങിലും നല്ല രീതിയിൽ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ റിട്ടയർമെന്റ് ടൂറിൽ റെസൽമേനിയയിൽ ചാമ്പ്യൻഷിപ്പ് ലെവലിലൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ നന്നായി റിംഗ് ട്രെയിനിങ് എടുത്തിട്ട് സീന വരുന്നതായിരിക്കും നല്ലത്.
ഈ റോയൽ റംബിളിൽ ഒട്ടും സെറ്റ് ആവാത്തത് പോലെയാണ് തോന്നിയത്. അതേസമയം CM Punk ഒക്കെ അടിപൊളിയായി പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് റോയൽ റംബിൾ മാച്ചിനെ പറ്റി പറയാനായിട്ടുള്ളത്. റോയൽ റംബിൾ മാച്ചിന്റെ ഇപ്രാവശ്യത്തെ റിസൾട്ട് നൈസായിട്ടൊന്ന് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ബാക്കി മാച്ച് എല്ലാം അടിപൊളിയായിരുന്നു. ക്ലൈമാക്സിലെ ആ റിസൾട്ട് മാത്രമാണ് ഫാൻസിന്റെ ഭാഗത്തു നിന്നും ഭയങ്കരമായിട്ടും എതിർപ്പ് വരുന്നത്. അത് നമ്മുടെ ഇവിടെ മാത്രമല്ല, അവരുടെ അവിടെയും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ലൈവ് ക്രൗഡ് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തായിരുന്നു ജെയ്സോനെ. അപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആക്കാൻ നോക്കി ഇപ്പം ഇങ്ങനെ ഒരു പണി വാങ്ങിച്ചിരിക്കുകയാണ്. എന്തായാലും റോയൽ റംബിളിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഷോ അടിപൊളിയായിരുന്നു. ജെയ്സോ ജയിച്ചതും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജയിച്ചപ്പോഴാണ് പ്രശ്നമായത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. അതായത് കോഡി റോഡ്സിന്റെ മാച്ചിൽ റാൻഡി ഓർട്ടൺ വരാത്ത കാരണം റാൻഡി ഓർട്ടൺ റോയൽ റംബിൾ മാച്ചിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അതും കണ്ടില്ല. ഇനി എന്നാണാവോ റാൻഡി ഓർട്ടന്റെ റിട്ടേൺ ഇവർ പ്ലാൻ ചെയ്യുക?